മലയാള സിനിമയെ തന്നെ ലോക സിനിമ ശ്രദ്ധിക്കുന്ന അവസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സിനിമാ മേക്കേഴ്സ് മലയാള സിനിമയിൽ എത്തിയതോടെ ഗംഭീര സിനിമകളാണ് മലയാള സിനിമയിൽ നിന്നും പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമ തന്നെ. ലോക സിനിമ തന്നെ ഞെട്ടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ സൂപ്പർ താരങ്ങൾ അവരുടെ തിരക്കഥയിലും സംവിധാനത്തിലും എത്തുമ്പോൾ അതിന് കുറച്ചും കൂടെ ശ്രദ്ധ കൂടും. അങ്ങനെയാണ് മോഹൻലാൽ സിനിമകളൊക്കെ വന്നപ്പോൾ ഏറ്റവും വലിയ ശ്രദ്ധയും വാർത്തകളും ഒക്കെയായി മാറുന്നു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ. മോഹൻലാലിന്റെ തുടരും, എമ്പുരാൻ തുടങ്ങിയ സിനിമകൾ മോഹൻലാൽ മോളിവുഡിന് കൊണ്ടുവന്ന മാറ്റം അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ ഒരു റീറിലീസ് ചിത്രവും ഞെട്ടിപ്പിക്കുകയാണ്. ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെ ഗംഭീര ആഘോഷമാണ് ചിത്രത്തിന് ലഭിക്കുന്നതും അതിനൊപ്പം തന്നെ ടിക്കറ്റുകളൊക്കെ വലിയ രീതിയിലാണ് ബുക്ക് ചെയ്യുന്നതും. അത്ര വലിയ ഡിമാൻഡാണ് ഈ മോഹൻലാൽ റീറിലീസ് ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിലെ ഓളം കണ്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലുള്ള മലയാളികളും അല്ലാത്തവരും ഒക്കെ ഈ ചിത്രത്തെ ഏറ്റെടുക്കുന്ന രീതി കാണുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഓരോ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ എത്തുന്നതും കൗതുകം ജനിപ്പിക്കുന്നു. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങി വെച്ച പൂരമല്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ഈ ആഘോഷങ്ങൾ തുടങ്ങി വെച്ചിട്ട് 80 ദിവസങ്ങളിലേക്ക് എത്താനായി പോവുകയാണ്. അത് ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല. എന്നാൽ ഈ പൂരങ്ങളൊന്നും അവസാനിക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം മോഹൻലാലിൽ നിന്നും ഗംഭീര സിനിമകളാണ് വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. ഒന്ന് ദൃശ്യം 3യുടെ ചെറിയൊരു അപ്ഡേറ്റും അതുകൂടാതെ അമൽ നീരജ് സിനിമകളുടെ അപ്ഡേറ്റും ഒക്കെയായിരുന്നു. ദൃശ്യം 3യും അമൽ നീരജ് ചിത്രവും തമ്മിലുള്ള ഒരു ഷൂട്ടിംഗ് കോമ്പിനേഷനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ദൃശ്യം 3 സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങുമെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമൽ നീരജ് ചിത്രത്തിന്റെയും ഷൂട്ടിംഗ് സംഭവിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ ആയിരിക്കുമെന്നുള്ള റൂമറുകളും. ഈ രണ്ട് ചിത്രങ്ങളും ഒരുപോലെ ഷൂട്ടിംഗ് ക്ലാഷിന് വന്നാൽ എന്തായിരിക്കും സംഭവം എന്നൊക്കെയാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. രണ്ട് ചിത്രങ്ങളും ആശീർവാദിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നതും. ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. എന്തായാലും ദൃശ്യം 3 ഉടനെ തന്നെ സംഭവിക്കും. അതിന്റെ ചില അപ്ഡേറ്റുകളാണ് ജിത്തു ജോസഫും ഒക്കെ പങ്കുവച്ചപ്പോൾ കിട്ടിയത്. പ്രേക്ഷകർ അത് വലിയ അപ്ഡേറ്റ് ആയി തന്നെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഷൂട്ട് സെപ്റ്റംബർ 2025 തന്നെ നടക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയെന്ന് ട്രാക്കർമാരും മൂവി അനലിസ്റ്റുകളും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റൂമറുകൾ വന്നെങ്കിലും ആശീർവാദിന്റെയും ദൃശ്യം ടീമിന്റെയും ക്ലോസ് സോഴ്സിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഷൂട്ട് സെപ്റ്റംബറിൽ നടക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ വർഷം തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കാരണം ഈ വർഷം തന്നെയാണ് ബോളിവുഡും ദൃശ്യം 3യുമായി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വർഷം തന്നെ മോളിവുഡിന്റെ ദൃശ്യം 3യും ഷൂട്ടിംഗ് സംഭവിക്കും എന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ രണ്ട് സിനിമകളും ഒരേപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് റിലീസായി എത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമായി മാറുകയാണ് ദൃശ്യം എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമേൽ വലിയ സ്വീകാര്യതയാണ് ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഫാൻസുകാരും ആരാധകരും മുഴുവൻ ഇന്ത്യയിൽ നിന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ക്ലാസിക് ക്രിമിനലിനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. ബോളിവുഡിൽ അജയ് ദേവ്ഗൺ ആണെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാൽ തന്നെയാണ്. പല ഇൻഡസ്ട്രികളിലും ദൃശ്യത്തിന്റെ പല വെർഷനുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ഇറക്കിവിട്ട ദൃശ്യം പല ഇൻഡസ്ട്രിയിലും ഏറ്റവും കൂടുതൽ ചർച്ചയായി എന്നുള്ളതാണ്. OTTയിൽ വന്നപ്പോഴാണ് അവർ എല്ലാവരും ശ്രദ്ധിച്ചതും. എന്നാൽ മോളിവുഡിൽ നടക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ. കാരണം ഇവിടെയുള്ള ചില സംവിധായകർ മറ്റു പല ഇൻഡസ്ട്രിയിൽ പോയി ഞെട്ടിപ്പിക്കാനുള്ള പ്ലാനുകളിൽ തന്നെയാണ്. മാർക്കോ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനീഫ് അദേനി ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ അങ്ങ് തെലുങ്കിലും ബോളിവുഡിലും വരെ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നായകനും സംവിധായകനുമായ ബേസിൽ അല്ലു അർജുനുമായി ഒന്നിക്കാൻ പോകുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരു റൂമറായി തന്നെയാണ് വന്നിരിക്കുന്നത് എങ്കിലും ഇത് ശരിക്കും പ്രേക്ഷകരെ അതിശയപ്പെടുത്തുകയും ചെയ്തു. ഹിറ്റ് സംവിധായകൻ അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതു മുതൽ ആകാംക്ഷയിലാണ് ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയ പ്രഖ്യാപനത്തിലൂടെ ഈ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മലയാളികൾക്ക് ആവേശമാകുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തുന്നത്. ബേസിൽ ജോസഫിനൊപ്പം അല്ലു ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് പദ്ധതിയിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അല്ലുവിനെ തന്റെ കഥ ബേസിൽ വായിച്ചു കേൾപ്പിച്ചെന്നും അല്ലുവിന് കഥ വളരെ ഇഷ്ടപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അർജുന്റെ സഹോദരൻ അല്ലു അരവിന്ദ് ആയിരിക്കും സിനിമ നിർമ്മിക്കുക. ജേക്സ് ബിജോയ് ആയിരിക്കും സിനിമയുടെ മ്യൂസിക് ചെയ്യുക. സൂപ്പർ ഹീറോ സിനിമ എന്നതിൽ വ്യക്തത വരാനിരിക്കുന്നു എങ്കിലും ഏറെ നാളായി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുമെന്ന് പറയുന്ന ശക്തിമാൻ റീബൂട്ട് ആയിരിക്കും സിനിമ എന്നും ഊഹാപോഹങ്ങളുണ്ട്. ബോളിവുഡ് താരം രൺബീർ സിംഗുമായി ബേസിൽ ചർച്ച ചെയ്ത സിനിമയാണ് ശക്തിമാൻ. എന്നാൽ ഈ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് തെലങ്കാനയിൽ തന്നെയാണ്. തെലുങ്കിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ബേസിൽ എന്ന സംവിധായകനെയും നായകനെയും എത്രമേൽ വലുതായാണ് തെലുങ്ക് പ്രേക്ഷകരും ഒക്കെ കാണുന്നത്. ഇത് ഏറ്റവും വലിയ വൈറലായ ഒരു സംഭവമായിരുന്നു. കൂടാതെ അല്ലു അർജുനൊപ്പം ബേസിൽ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതും മിന്നൽ മുരളി പോലുള്ള സംഭവമാണ്. മിന്നൽ മുരളി OTTയിൽ ഇറങ്ങിയപ്പോൾ ജനശ്രദ്ധ നേടിയതും നമ്മൾ കണ്ടതാണ്. അത് കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ നിന്നും ഗംഭീര സംഭവങ്ങൾ വരുന്നു. അത് ലോക സിനിമ തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇവർ ഒന്നിക്കുന്നത് ശക്തിമാന് വേണ്ടിയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ശക്തിമാനാണോ അല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അല്ല എന്ന് പറയുന്നെങ്കിലും ബേസിലിന്റെ ഒരു അഭിമുഖത്തിൽ ബേസിൽ പറയുന്നുണ്ട് തന്റെ രീതിയിൽ നിൽക്കാത്ത ഒരു വലിയ സബ്ജക്ട് സിനിമയാക്കുന്നുണ്ട് എന്ന രീതി. അപ്പോൾ അത് അല്ലു അർജുൻ സിനിമയായിരിക്കുമെന്ന് നിഗമനത്തിലേക്ക് എത്തുകയാണ് ആരാധകർ. ഒപ്പം ശക്തിമാനെ അവതരിപ്പിക്കുന്ന
അവതരിപ്പിച്ച ബോളിവുഡ് ആക്ടർ മുകേഷ് ഖന്നയും പുഷ്പ 2 എന്ന ചിത്രം കണ്ടതിന് ശേഷം അല്ലു അർജുനാണ് ശക്തിമാന് ഏറ്റവും ഉചിതനെന്ന് പറഞ്ഞതും ഒക്കെ കൂട്ടിവായിക്കുകയാണ്. എന്തായാലും അല്ലു അർജുൻ ചില ഞെട്ടിപ്പിക്കുന്ന പ്രോജക്റ്റുകളിൽ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ ദീപിക പദുകോൺ നായികയെ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ വന്നത്. അറ്റ്ലി ദീപയ്ക്ക് കഥ വിശദീകരിച്ചു കൊടുക്കുന്നതും ദീപിക സീനുകൾ ചെയ്യുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ ഈ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. സിനിമയുടെ ബജറ്റ് 800 കോടിക്ക് മുകളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 200 കോടി പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ചിത്രത്തിൽ VFXന് മാത്രം 750 കോടിയിലധികം ചെലവാകുമെന്നാണ് സൂചന. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നായി ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ.